Hi friends, welcome back to day 17, 30 days study plan of laboratory assistant 10th mains examination. Day 17 നാളെയാണ്. Day 17ൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. മാത്സിൽ സമയവും ദൂരവും എന്ന ടോപ്പിക്കാണ് മാത്സിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇംഗ്ലീഷിലേക്ക് വരാം. ഇംഗ്ലീഷിൽ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ് എല്ലാ എക്സാമിനും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത് PYQ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ച് നോക്കുക കേട്ടോ. എല്ലാം ഫോറിൻ ഫ്രേസസ് ആകുമ്പോൾ അത് ഒരുപാട് നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ റിവിഷൻ തരാം. ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തുക. ഇനി മലയാളത്തിൻ്റെ ഭാഗത്ത് സാഹിത്യ മേഖലയിലെ കുറച്ച് ചോദ്യങ്ങളാണ് തരുന്നത്. കുറച്ച് ടോപ്പിക്സ്. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, അതുപോലെ ഓടക്കുഴൽ പുരസ്കാരം, പിന്നെ JCB പുരസ്കാരം. ഈ 4 പുരസ്കാരങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു 3 വർഷത്തെ 2022 അല്ലെങ്കിൽ 2023 മുതൽ അങ്ങോട്ട് ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള 3 പുരസ്കാരങ്ങൾ 3 പേർക്ക് കിട്ടിയിട്ടുള്ളതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് കറണ്ട് അഫയേഴ്സിലേക്ക് വരാം. കറണ്ട് അഫയേഴ്സ് നമ്മൾ 2024 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ആ ഒരു കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യാം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 2024 PSC ബുള്ളറ്റിൻ ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അത് റിവൈസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ്, SCERT ഹോട്ട് ലെസൺ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ സയൻസ് ഏരിയ ആണ് പഠിക്കുന്നത്. ഓക്കെ, സയൻസിലേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് മുതലാണ് സയൻസ് തുടങ്ങുന്നത്. കെമിസ്ട്രിയാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ 10th സ്റ്റാൻഡേർഡിലെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറഞ്ഞിട്ട് ഓൾഡ് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അത് പഠിക്കണം. അതേപോലെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് 9th സ്റ്റാൻഡേർഡിലുണ്ട്. 9th സ്റ്റാൻഡേർഡിൽ 4th ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ലെസൺ ഉണ്ട്. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളതെങ്കിൽ അതിൽ 2nd ചാപ്റ്ററാണ് കേട്ടോ. 9th സ്റ്റാൻഡേർഡിൽ 2nd ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ലെസൺ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. സെയിം കണ്ടന്റ് ഒക്കെ തന്നെയാണ്. ഇതിലേതെങ്കിലും ഒരു ലെസൺ പഠിക്കുക. അതുപോലെ 10th സ്റ്റാൻഡേർഡിലെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററും പഠിക്കുക. അതുപോലെ അടുത്തൊരു ലെസൺ 10th സ്റ്റാൻഡേർഡിൽ 4th ലെസൺ ലോഹ നിർമ്മാണം എന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന ഹോട്ട് ടോപ്പിക്സിൽ ഈ സമയമുള്ളവരാണ് ഈ ഹോട്ട് ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അല്ലാത്തവർ ഈ SCERT ലെസൺസ് മാത്രം പഠിക്കുക. ഈ SCERT ലെസൺസിൽ വരുന്നത് ടോപ്പിക്സ് ആണ് ഹോട്ട് ടോപ്പിക് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ തരുന്നത്. കെമിസ്ട്രിയിൽ ലോഹങ്ങളുടെ സവിശേഷതകൾ, അതുപോലെ ലോഹ അയിരുകൾ, നെക്സ്റ്റ് ആവർത്തന പട്ടിക. ക്ലിയർ ആയല്ലോ? ഈ സമയമുള്ളവർക്ക് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഈ 3 ടോപ്പിക്ക് എടുത്തു വെച്ച് പഠിക്കാം. അല്ലാത്തവർ 10th സ്റ്റാൻഡേർഡിലെയും 9th സ്റ്റാൻഡേർഡിലെയും ഈ പറഞ്ഞിട്ടുള്ള 3 ലെസൺസ് പഠിക്കുക. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് കൂടാതെ ഹോട്ട് ടോപ്പിക്സിൻ്റെ റിവിഷന് കൂടിയുണ്ട്. അതായത് ഫസ്റ്റ് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന ഒരു ഏരിയ ഉണ്ട്. അത് നിങ്ങൾ റിവൈസ് ചെയ്യുക. നീതി ആയോഗ് എന്ന ടോപ്പിക്ക് റിവൈസ് ചെയ്യുക. ദേശീയ വരുമാനം എന്ന SCERT ലെസൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നീതി ആയോഗ്, ദേശീയ വരുമാനം എന്നീ 2 ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ചെയ്തത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് അവിടെ നിന്ന് കാണാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഡേ 17 പഠിക്കാനുള്ളത്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി കൂടുതൽ സമയം നിങ്ങൾ മാക്സിമം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ടോപ്പിക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർ പഠിക്കണം, SCERT ചാപ്റ്റേഴ്സ് പഠിക്കണം. അതോടൊപ്പം നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ട് ഹോട്ട് ടോപ്പിക്സും നമുക്ക് റിവൈസ് ചെയ്യണം അല്ലേ? ആ എക്സാമാണ്, നമുക്ക് എല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണ്ടേ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി സമയം നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇനി കുറച്ച് ദിവസം മതിയല്ലോ, അതോടെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ഫ്രീ ആവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. Okay, thank you all. Have a nice day.